ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു ഷോർട്സ് ആയിട്ടാണ്. ഇത് മുന്നേ നമ്മൾ പണ്ടെല്ലാം ട്രൈ ചെയ്ത ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണ്. പെട്ടെന്ന് ഇരുന്നപ്പം അങ്ങനെയൊക്കെ ഒന്ന് ഹെയർ സ്റ്റൈൽ ചെയ്ത് നോക്കാം എന്നൊരു കൊതി തോന്നി. പണ്ട് സ്കൂളിൽ ഒരു ട്രെൻഡായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലായിരുന്നു കേട്ടോ. കാരണം സ്കൂളിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് വരും. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളിങ് ടൈമിലൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇത്രയും ലെങ്ത് ഒന്നും ഇല്ലായിരുന്നു ഹെയറിൽ. ഇപ്പം ലെങ്ത് ആയിട്ട് ഇതിപ്പോൾ ആദ്യമായിട്ടാണ്, കുറേ നാളിന് ശേഷമാണ് ആദ്യമായിട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത് ഹെയർ സ്റ്റൈൽ. ഒന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു സഞ്ചിപ്പിൻ്റെ ആ ഒരു ടൈപ്പാണ്. അതായത് രണ്ട് ഹെയർ നമ്മൾ നോർമലി എടുത്ത് മാറ്റിയിട്ട് പിന്നെ അതിൽ നിന്ന് ഒരു ഇച്ചിരി ഹെയർ എടുത്ത് ഓപ്പോസിറ്റ് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കൊടുക്കുന്നതാണ്. ഇത് കൂടുതൽ ടൈറ്റായിട്ട് കെട്ടാനും പറ്റില്ല, മീൻസ് ലൂസായിട്ട് പോകാനും പറ്റില്ല. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഹെയർ ഒന്ന് സെറ്റാക്കാൻ. അതായത് നമ്മൾ പിന്നി വരുമ്പോഴത്തേക്ക് അത്ര ടൈറ്റും അല്ല ലൂസും അല്ലാത്ത രീതിയിൽ പിന്നി വന്ന് നമ്മൾ താഴോട്ട്, ഈ നല്ല മുടി നീളമുള്ളവർ ഇങ്ങനെ അറ്റം വരെ ഇങ്ങനെ പിന്നിടുമ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഞാൻ അതിൻ്റെ അറ്റം വരെ പിന്നി കൊടുത്ത ക്ഷമയോടെ ഇരുന്നാണ് പിന്നി കൊടുക്കുന്നത്. ഇച്ചിരി പണിയായിരുന്നു, കാരണം ഇങ്ങനെ ടൈം പോകണം. ഇങ്ങനെ ഇച്ചിരി ഇതിൽ നിന്നും കുഞ്ഞ് തിക്കിലാണ് എയർ എടുത്ത് ചെയ്യുന്നത്. ഞാൻ പെട്ടെന്ന് തീരാൻ വേണ്ടി ഇച്ചിരി കട്ടിക്കാണ് എടുത്തത്. കണ്ടോ, ഞാനിങ്ങനെ ചെയ്തൊക്കെ നോക്കുകയാണ് കേട്ടോ. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു വല്ലാണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്താലും അതിൽ ഭംഗി ആസ്വദിക്കും. എന്ത് പറയാനാണ്. എന്നിട്ട് അതിലിതാ തുമ്പിലായിട്ട് ഞാൻ ക്ലിപ്പാണ് ഇട്ടത്. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ചിങ്ങനെ നമ്മളിങ്ങനെ അത് ഇച്ചിരി ഇങ്ങനെ വിടർത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഭംഗി കിട്ടും. അങ്ങനെ ഞാൻ അതിനെ വെച്ച് കൊടുത്ത് ഇല്ലാത്ത ഷോയൊക്കെ കിടന്ന് കാണിക്കുകയാണ്. വെറുതെ അത് ഇത്രയും നീളത്തിൽ മുടി വന്നിട്ട് ഇങ്ങനെ കെട്ടിയതിന് ശേഷം കാണുമ്പോൾ നല്ല സന്തോഷം. ഇങ്ങനെയൊക്കെ നല്ല കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ കാണിക്കുന്നതാണ് ഈ ഷോയൊക്കെ. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ആണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇട്ടിട്ടുണ്ടായിരുന്നേ. എല്ലാവരും എൻ്റെ വീഡിയോ പോയി കാണണം, കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇത് ഇതിലിപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ പിന്നെയും കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ടുള്ള കുറച്ച് ഷോയും കൂടെ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. കുറേ നാളിന് ശേഷം ട്രൈ ചെയ്യണതാണ്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോണേ ഫ്രണ്ട്സ്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നമുക്ക് പോയിട്ട് നാളെ കാണാവേ. അതുവരെ ബൈ ബൈ.